Hi dears, welcome back to our YouTube channel. This is Teacher Hridya. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ട്രിസ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു സ്പീച്ചാണ്. ഓക്കെ, ഇത് 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസമായിട്ടുള്ള 14 ഓഗസ്റ്റ് 1947 അർദ്ധരാത്രി നമ്മളുടെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു കോൺസ്റ്റന്റ് അസംബ്ലിയെ അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു സ്പീച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്റ്റിലേക്ക് നോക്കാം. വെൻ പീപ്പിൾ കം ടുഗദർ ഫോർ എ കോസ് ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ എന്തെടുക്കാൻ പറ്റും മക്കളെ, നേടിയെടുക്കാൻ പറ്റുമെന്ന്. ഡോണ്ട് യു എഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ദർ ആർ ന്യൂമറസ് എക്സാമ്പിൾസ് ഫോർ ദിസ് ഇൻ ഹിസ്റ്ററി. നമ്മുടെ ചരിത്രത്തിൽ ഇത് തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ക്യാൻ യു മെൻഷൻ എ ഫ്യൂ ഓഫ് ദം? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? നമ്മുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി നമ്മൾ എല്ലാവരും പോരാടിയത് അതിന് വലിയൊരു എക്സാമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ, അവർ നേഷൻ became free because of the united efforts of people from different walks of life. നമ്മളുടെ നേഷൻ ഫ്രീ ആയത് എന്തുകൊണ്ടാണ് മക്കളെ? എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ടുള്ള അവരുടെ എഫേർട്ടുകൾ കൊണ്ടും അതുപോലെ തന്നെ എന്താണ്, ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് കൺട്രി. ഒരു സ്ഥലത്ത് നിന്ന് മാത്രമാണോ, കേരളത്തിൽ നിന്ന് മാത്രമോ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണോ വലുത്? അല്ല, എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് നമ്മുടെ നേഷനെ നമ്മൾ എന്ത് ചെയ്തത്? ഫ്രീ ആക്കിയത്. ലെറ്റ്സ് ലിസൺ ടു ജവഹർലാൽ നെഹ്റുസ് സ്പീച്ച് ഓൺ ദ മൊമെന്റസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പം നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കടക്കാം. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു. ആരോട്? ഡെസ്റ്റിനിയോട്. ട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാമെന്നാണ് കേട്ടോ. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് എത്തിച്ചേർന്ന് കഴിയുമ്പം യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് ആ ഫോണിൽ എഴുതി കാണിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ? അതാണ് നമ്മൾ എവിടെയാണോ എത്തിച്ചേരാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആൻഡ് നൗ ദ ടൈം കംസ് വി ഷാൽ റെഡീം അവർ പ്ലഡ്ജ്. ഇപ്പോൾ ആ സമയം എത്തിയിരിക്കുകയാണ് നമ്മളുടെ ആ ഒരു പ്ലഡ്ജ്, നമ്മളെടുത്ത ആ ഒരു പ്രതിജ്ഞ ക്ലെയിം ചെയ്യാൻ വേണ്ടി. റെഡീം ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യാന്നാണ്. ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ സ്ക്രാച്ച് കാർഡ് ഉറച്ചതിന് ശേഷം താഴെ ഒരു എഴുതിയിട്ടുണ്ടാവും, എന്താണ്? റെഡീം നൗ എന്ന് പറഞ്ഞു. അതാ ക്ലെയിം ചെയ്യുക എന്നാണ് അർത്ഥം. നോട്ട് ഫുള്ളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. മൊത്തത്തിലോ എല്ലാം ശരിയായി എന്നല്ല, ബട്ട് ഏറെക്കുറെ. സബ്സ്റ്റാൻഷ്യലി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമ്മളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഹവർ, ഈ പറയുന്ന അർദ്ധരാത്രി 12 മണി ആ സമയത്ത്, വെൻ വേൾഡ് സ്ലീപ്സ്, ഈ ലോകം മുഴുവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ എങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇന്ത്യ എങ്ങോട്ടാണ് കണ്ണു തുറക്കുന്നത്? ജീവിതത്തിലേക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കും എന്താണ് കണ്ണു തുറന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ മൊമെന്റ് കംസ് വിച്ച് കംസ് ബട്ട് റയർലി ഇൻ ഹിസ്റ്ററി. ഇങ്ങനൊരു സമയം, ഇങ്ങനൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായി ചരിത്രത്തിൽ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ന്യൂ, നമ്മൾ പഴയ ഒരു ഇന്ത്യയിൽ നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക്, പുതിയൊരു ഇന്ത്യയിലേക്ക് എന്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ആൻ ഏജ് എൻഡ്സ്, നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ആ ഒരു ഏജ് അവിടെ എൻഡ് ചെയ്യുകയാണ്. ആൻഡ് വെൻ ദ സോൾസ് ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ്, എല്ലാ ആത്മാക്കളും, ആത്മാക്കൾ എന്നാണ് സോൾസ് എന്നർത്ഥം, പക്ഷെ ആത്മാക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്താണ്? സപ്രസ് ചെയ്ത് അടിച്ചമർത്തപ്പെട്ട് നിന്നിരുന്ന ആ ഒരു ഇതിൽ നിന്ന് ഫൈൻ അട്ടറൻസ്, നമുക്ക് സംസാരിക്കാൻ വേണ്ടി. അട്ടറൻസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, സ്പീച്ച് ചെയ്യുക എന്നാണ് അർത്ഥം. നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സൗണ്ടിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് ഓൾ ദിസ് സോളം മോമെന്റ് വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ ടു സർവീസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹർ പീപ്പിൾ ആൻഡ് ടു സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. നമ്മൾ എന്താണ് ഇത്രയും ഇൻ ദ ഫിറ്റിംഗ് ഓഫ് ദ സീരിയസ് മൊമെന്റ് ആണ്. ഇതൊരു സീരിയസ് മൊമെന്റിൽ നമ്മളൊരു പ്ലെഡ്ജ് എടുക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള എങ്ങനത്തെ ഡെഡിക്കേഷനോടുകൂടി. ആരെ സെർവ് ചെയ്യാന്ന്? ഇന്ത്യയെ സെർവ് ചെയ്യാം. ഇന്ത്യയെ മാത്രമേ സെർവ് ചെയ്യാന്നാണോ? അല്ല, ഹെർ പീപ്പിൾ ആൻഡ് സ്റ്റിൽ ലാർജ് കോസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മളെയും അതുപോലെ തന്നെ നമ്മളെ ഹ്യൂമാനിറ്റിയെ ചോദ്യം ചെയ്യാത്ത എല്ലാ കാര്യങ്ങളെയും ചെയ്യാൻ വേണ്ടി, സർവീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്ലെഡ്ജ് എടുക്കാം, ഒരു ഡിസിഷൻ എടുക്കാം, ഒരു ഡെഡിക്കേഷനോടുകൂടി ഒരു ഡിസിഷൻ എടുക്കാം. At the dawn of history, India started on her unending quest, and trackless centuries are filled with her striving and grandeur of her success and failure.
ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരുന്നു മക്കളെ ഒരിക്കലും തീരാത്ത സെർച്ചിലേക്ക്. എന്തിന്റെ സെർച്ചാന്ന് മക്കളെ? ആൻഡ് ട്രാക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് ഹർ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡിയർ ഓഫ് ഹർ സക്സസ്. അതായത് ഒരുപാട് സെഞ്ചുറീസ് ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇന്ത്യ എന്ത് ചെയ്യാണ്? അവളുടെ സക്സസ് ഫെയിലുവേഴ്സിനെ എല്ലാം മറികടന്ന് അവളുടെ സക്സസിലേക്ക് വേണ്ടി അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ത്രൂ ഗുഡ് ആൻഡ് ill fortune alike, she has never lost sight of that quest or forgot that ideals which gave her strength. അതായത് ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മോശം കാര്യങ്ങളും ഇന്ത്യയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഒരിക്കലും ആ സെർച്ച് നഷ്ടപ്പെടുത്താനോ അതുപോലെ തന്നെ അവൾക്ക് സ്ട്രെങ്ത് കൊടുത്തിരുന്ന അവളുടെ ഐഡിയൽസിനെ മറക്കാനോ അവൾ എന്ത് ചെയ്തിരുന്നില്ല? തയ്യാറായിരുന്നില്ല. ഓക്കെ, we enter today a period of misfortunes and India discovers herself again. അതായത് ഇന്ത്യ ഇന്നത്തോടുകൂടി അവൾ നേരിട്ടിരുന്ന എല്ലാ നിർഭാഗ്യങ്ങളെയും, മിസ്ഫോർച്യൂൺസ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി ഇന്ത്യ അവളെ തന്നെ സ്വന്തമായി ഡിസ്കവർ ചെയ്തിരിക്കുകയാണ്. ദ അച്ചീവ്മെന്റ് വി സെലിബ്രേറ്റ് ടുഡേ ഈസ് ബട്ട് എ സ്റ്റെപ്പ്. നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് വെറും ഒരു സ്റ്റെപ്പ് മാത്രമാണ്. എന്തിലോട്ടുള്ള സ്റ്റെപ്പാണ്? ആൻ ഓപ്പണിംഗ് ടു ഓപ്പർച്യൂണിറ്റി ടു ദ ഗ്രേറ്റർ ട്രയംസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ദാറ്റ് അവൈറ്റ് us. നമ്മളെ കാത്തിരിക്കുന്ന നമ്മളുടെ വിജയത്തിൻ്റെയും നമ്മളുടെ അച്ചീവ്മെന്റ്സിൻ്റെയും എല്ലാം ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ആദ്യത്തെ ചുവട് മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. Are we brave enough and wise enough to grasp this opportunity and accept the challenge of the future? നമ്മളെല്ലാവരും ബ്രേവ് ആണോ, വൈസ് ആണോ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ, നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെ ഗ്രാസ്പ് ചെയ്തുകൊണ്ട് കൈയടത്തിക്കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ അധികാരം എന്ന് പറയുന്നതും ശരിക്കും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭയങ്കര ഉത്തരവാദിത്തം വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഉത്തരവാദിത്തം നമ്മളിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി. ഈ ദ റെസ്പോൺസിബിലിറ്റീസ് ഇപ്പം ആരുടെ കയ്യിലാണ്? ഈ അസംബ്ലിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ്. എ സോവറിൻ ബോഡി റെപ്രസെൻറ്റിംഗ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മളെല്ലാവരും ഈ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം, ഈ ഫ്രീഡം കിട്ടുന്നതിന് മുൻപ് വി ഹാവ് എൻജോയ്ഡ് ഓൾ ദ പെയിൻസ് ഓഫ് ലേബർ ആൻഡ് അവർ ഹാർട്ട്സ് ആർ ഹെവി വിത്ത് മെമ്മറി ഓഫ് ദ സോറോ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് പെയിൻസ്, ലേബറിൻ്റെ ഒരുപാട് പെയിൻസുകളും നമ്മൾ സഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഈ പറയുന്ന മെമ്മറിയാൽ എന്താണ്? വിങ്ങി നിൽക്കുകയാണ്, സോറോയിലാണ്, സങ്കടത്തിലാണ്. സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ. ചില പെയിൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെവർലെസ് ദ പാസ്റ്റ് ഈസ് ഓവർ. എന്നിരുന്നാലും എങ്കിലും എന്താണ്? നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബെക്കോൺസ് us now. ഇപ്പം നമ്മൾ ഫ്യൂച്ചറാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബെക്കോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക എന്നാണ് അർത്ഥം. ദ ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ് ബട്ട് ആൻ ഇൻസെസൻറ്റ് സ്ട്രൈവിംഗ് സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലെഡ്ജസ് വി ഹാവ് സോ ഓഫൻ ടേക്കൺ ആൻഡ് ദ വൺ വി ഷാൽ ടേക്ക് ടുഡേ. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, നമുക്കൊരു റെസ്റ്റ് തരുന്ന കാര്യമല്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമമാണ്. എന്ത് ചെയ്യാൻ? നമ്മൾ എടുത്തിട്ടുള്ള പ്രതിജ്ഞകളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, നമ്മളുടെ രാജ്യത്തെ നന്നാക്കാൻ വേണ്ടി, നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ഇന്ത്യയെ സ്വതന്ത്രമാക്കി ഹ്യൂമാനിറ്റിയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് മില്യൻസ് ഹു സഫർ. ഇന്ത്യയെ നമ്മൾ സെർവ് ചെയ്യാൻ നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ സെർവ് ചെയ്യേണ്ടത് ആരെയാണെന്ന് പറയുകയാണ്? സഫർ ചെയ്യുന്ന ആൾക്കാരെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്. അവരെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യമേ സെർവ് ചെയ്യേണ്ടത്. ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പോവർട്ടി ആൻഡ് ഇഗ്നറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു എൻഡ് കൊണ്ടുവരാൻ പറ്റണം. എന്തിനൊക്കെ? പോവർട്ടി, ദാരിദ്ര്യത്തിനും, ഇഗ്നറൻസ്, എഡ്യൂക്കേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മയ്ക്ക്, ഡിസീസ്, രോഗങ്ങൾക്ക്, ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, സ്ത്രീക്ക് വേറൊരു ജോലി, പുരുഷന് വേറൊരു ജോലി, ഇന്ന കാര്യങ്ങൾ ഇന്ന ആളെ ചെയ്യാമോ എന്ന് പറയാതെ എല്ലാവർക്കും അവസരങ്ങൾ വരുമ്പോൾ ഒരേ ഇക്വാളിറ്റി കൊടുക്കാൻ പറ്റണം. ദ അംബിഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് അവർ ജനറേഷൻ ഹാസ് ബീൻ ടു വൈപ്പ് എവറി ടീയർ ഫ്രം എവറി ഐ. ദ അംബിഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ, നമ്മുടെ ഗ്രേറ്റസ്റ്റ് മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ അംബിഷൻ ആയിരുന്നു എന്ത്? നമ്മളുടെ എല്ലാവരുടെയും കണ്ണിലുള്ള കണ്ണുനീർ തുടച്ച് കളയുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ആ ഒരു അംബീഷൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ആ അംബീഷനോട് നമ്മളും എന്ത് ചെയ്യണം?
പൊരുതണം. ദാറ്റ് മേ ബി ബിയോണ്ട് അസ്. ചിലപ്പോൾ നമുക്ക് അത് നമ്മൾ അത്രയും സ്വാധിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കും. എന്നിരുന്നാലും ബട്ട് ആസ് ലോങ് ആസ് there are tears and suffering, so long our work will not be over. അത് എത്രത്തോളം കാലം ഈ ടീയേഴ്സും സഫറിങ്ങും ലോങ് ലാസ്റ്റ് ചെയ്യുന്നു, അത്രയും നാളും നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം? ലേബറും ചെയ്യണം, വർക്കും ചെയ്യണം. ആൻഡ് ടു വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. നമ്മളുടെ ഡ്രീംസിനെ എന്ത് ചെയ്യാനായിട്ട്? റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ. നല്ല കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ചെയ്യാൻ നമുക്ക് ഡ്രീം ഉണ്ട്, പക്ഷെ അതെല്ലാം എന്ത് ചെയ്യണം? റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് വർക്ക് ഹാർഡ് ചെയ്യണം. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്. ഈ ഡ്രീം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവനും ആവശ്യമാണ്. ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗദർ ടുഡേ ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലീവ് അപ്പാർട്ട്. നമ്മളെല്ലാ നേഷൻസും, നമ്മളെല്ലാ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാവരും ക്ലോസ്ലി എന്താണ്? യുണൈറ്റഡ് ആണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. ഒരാൾക്കും മറ്റൊരാളില്ലാതെ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഡ്രീംസ് എന്ന് പറയുന്നത്. ഈ ഡ്രീംസും ഈ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും വേൾഡിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്നതിന് മാത്രമല്ല, നമുക്ക് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? എക്സിസ്റ്റൻസ് ഉള്ളൂ. Peace is said to be indivisible, so is freedom, so is prosperity now, and so also is disaster in this one world that can no longer be split into isolated fragments. സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താണ്? ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ഫ്രീഡവും, അതുപോലെ തന്നെയാണ് പ്രോസ്പെരിറ്റിയും. നമുക്ക് എവിടെയാണോ ഡിസാസ്റ്റർ ഉള്ളത്, നമ്മുടെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. നമ്മുടെ കോവിഡ് പാൻഡമിക് അതിനൊരു വലിയ എക്സാമ്പിൾ അല്ലേ? ചൈനയിൽ ആദ്യമേ വന്നതിന് ശേഷം ഇന്ത്യ മൊത്തം എന്തായത്? സ്പ്രെഡായി. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ലോകത്ത് പ്രശ്നമുണ്ടായാൽ അതിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റില്ല. ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാക്കി മാറ്റി നിർത്താൻ പറ്റില്ല. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പല പല കഷ്ണങ്ങൾ, പല പല പാർട്സ് ആക്കാൻ പറ്റില്ല. എല്ലാവരും അത് അഫക്റ്റ് ചെയ്യും. To the people of India, whose representatives we are, we make an appeal to join us with faith and confidence in this great adventure. പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയ ഞങ്ങൾ ഒരു അപ്പീൽ ചെയ്യുകയാണ്. എങ്ങനെ? ജോയിൻ ചെയ്യൂ. എങ്ങനെ? പ്രതീക്ഷയോടെ, കോൺഫിഡൻസോടുകൂടി. എന്തിലേക്ക്? ഈ പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഗ്രേറ്റ് അഡ്വഞ്ചറിലേക്ക്. ദിസ് ഈസ് നോ ടൈം ഫോർ പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നോ ടൈം ഫോർ ഇൽ വിൽ ഓർ ബ്ലെയിമിങ് അതേഴ്സ്. ഈ സമയം എന്ന് പറയുന്നത് നമുക്കൊരാളെ നീചകമായി പറയാനോ, അല്ലാതെ വേറൊരാളെ നശിപ്പിക്കുന്ന രീതിയിൽ താരതമ്യപ്പെടുത്താനോ, അല്ലെങ്കിൽ വെറുപ്പ് വെക്കാനോ, അല്ലെങ്കിൽ വേറൊരാളെ കുറ്റപ്പെടുത്താനോ ഒന്നുമുള്ള സമയമല്ല. നമുക്കതിനുള്ളൊരു സമയവുമില്ല. വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ വെർ ഓൾ ഹർ ചിൽഡ്രൻ മേ ഡ്വെൽ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടി നമുക്കൊരു നോബിൾ മാൻഷൻ ബിൽഡ് ചെയ്യാൻ പറ്റണം. മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള, നമ്മുടെ ഇന്ത്യയുടെ മക്കളായിട്ടുള്ള എല്ലാവർക്കും സമാധാനത്തോടെയും ശാന്തിയോടെയും എന്ത് ചെയ്യണം? പ്രോസ്പെരിറ്റിയോടുകൂടിയും എന്ത് ചെയ്യാൻ പറ്റി? ജീവിക്കാൻ പറ്റുന്ന ഒരു ഹോം, ഒരു മാൻഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യവും, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സ്പീച്ച് ജവഹർലാൽ നെഹ്റു അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കൾ ആരും മറന്നു പോകല്ലേ. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടേക്ക് കെയർ.